ലോകം ചക്ര എന്തെന്നറിയുന്നതിന് മുമ്പ്, ഷിനോബികൾ യുദ്ധം എന്തെന്നറിയുന്നതിന് മുമ്പ് ചന്ദ്രനിൽ കുടികൊള്ളുന്ന ഒരു പ്രതിമയുണ്ടായിരുന്നു. വീണ്ടും ഉണർത്തുവാൻ കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവില്ലാത്ത ഒരു ശരീരം. അതിന് ഇച്ഛാശക്തിയുമില്ല, ആത്മാവുമില്ല. അപ്പോക്കലിപ്സ് എന്ന ഒറ്റ ലക്ഷ്യത്തോടെ അത് കണ്ണുകൾ തുറക്കുന്നു. അവർ അതൊരു വെറും പ്രതിമയായി കരുതി, ഭൂതകാലത്തിൻ്റെ ഒരു അവശിഷ്ടമായി കരുതി. എന്നാൽ ഭൂമി കുലുങ്ങുകയും ആകാശം പിളരുകയും ചെയ്യുമ്പോൾ ആ പ്രതിമ ഉണർന്നു. അതോടൊപ്പം അവസാനം ആരംഭിക്കുകയും ചെയ്തു. അതെ, സേജ് ഓഫ് സിക്സ് പാത്ത് എന്നറിയപ്പെടുന്ന ഹോഗറാമ മുദ്രയിട്ട 10 ടൈൽസിന്റെ ശവശരീരം. ഹൃദയസ്പന്ദനമോ രക്തമൊഴുക്കലോ ഇല്ലാതെ രാഷ്ട്രങ്ങളുടെ നിലവിളി മാത്രം കേൾക്കുന്ന ആ ഒരു പ്രതിമ. 9 കണ്ണുകൾ തുറന്ന് ചെങ്ങലകൾ മാറുമ്പോൾ യമദേവന്റെ രുദ്രഭാവവുമായി വരുന്നത് നാശത്തിന്റെ താക്കോലുമേന്തിയ ആ ഒരു ദേവനാണ്. ആത്മാവില്ലാത്ത ആ ദൈവത്തിന്റെ പേര് ഗെഡോ സ്റ്റാച്യു. ഓഗിഫൈൻ ഗെഡോ സ്റ്റാച്യു, അല്ലെങ്കിൽ ദ ഡിമോണിക് സ്റ്റാച്യു ഓഫ് ദി ഔട്ടർ പാത്ത്. ഇത് ഗെഡോ മാസോ എന്നും അറിയപ്പെടുന്നു. ഗെഡോ സ്റ്റാച്യുവിന്റെ ഒറിജിനൽ ഐഡന്റിറ്റി നോക്കുകയാണെങ്കിൽ അതിന്റെ ഐഡന്റിറ്റി തന്നെ ശൂന്യമായ അല്ലെങ്കിൽ പൊള്ളയായ ഒരു പ്രതിമയാണ്. യഥാർത്ഥത്തിൽ 10 ടൈൽസ് എന്ന ജൂബിയുടെ ആ ഒരു ശവശരീരമാണ് ഈ പറയുന്ന ഗെഡോ സ്റ്റാച്യു. ഒരു ഷോർട്ട് സമ്മറി രൂപേണ പറയുകയാണെങ്കിൽ ഗോട്രിയുടെ ഒരു ഇൻകാർണേഷനായി ഭൂമിയിൽ അവതരിച്ച 10 ടൈൽസിനെയാണ് നമ്മൾ ഈ ഗെഡോ സ്റ്റാച്യു എന്ന രൂപേണ വിളിക്കുന്നത്. എക്സാക്ട്ലി പറയുകയാണെങ്കിൽ 10 ടൈൽസിന്റെ ഇൻകാർണേഷൻ മൂലം ലോകത്തിലുണ്ടാകുന്ന നാശങ്ങളെ എതിർക്കുവാൻ വേണ്ടി നമ്മുടെ സേജ് ഓഫ് സിക്സ് പാത്ത് ആയിട്ടുള്ള ഹോഗറാമ ആ ഒരു 10 ടൈൽസിനെ സ്പ്ലിറ്റ് ചെയ്തു, 9 ടൈൽഡ് ബീസ്റ്റുകളാക്കി മാറ്റി. സോ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്തപ്പോൾ അവൻ്റെ ഒറിജിനൽ ബോഡി ആയിരുന്ന 10 ടൈൽസിൻ്റെ ഒറിജിനൽ ബോഡി ആയിരുന്ന ആ ഒരു പ്രതിമയായിട്ടുള്ള ഒരു തൊണ്ട് അല്ലെങ്കിൽ പൊള്ളയായിട്ടുള്ള ശരീരത്തെയാണ് നമ്മൾ ഗെഡോ സ്റ്റാച്യു എന്ന് വിളിക്കുന്നത്. ഒറ്റ ചക്രയായിരുന്ന 10 ടൈൽസിനെ 9 ഡിസ്റ്റിങ് ചക്രയാക്കി സെപ്പറേറ്റ് ചെയ്ത് സീലടിച്ചു വെച്ചിരിക്കുകയാണ് നമ്മുടെ ഹോഗറാമ. എന്നിട്ട് 10 ടൈൽസിൻ്റെ അവശേഷിച്ച ശരീരം മൂണിൽ, അതായത് ചന്ദ്രനിൽ കൊണ്ട് മുദ്രയിട്ട് വെച്ചു ഹോഗറാമ. ഹോഗ്രാമ ചെയ്ത ആ ഒരു സീലിംഗിന്റെ പേരാണ് ചിപാക്കു ടെൻസൈ. ഗെഡോ സ്റ്റാച്യുവിന്റെ ഫിസിക്കൽ ട്രേറ്റ്സ് പറയുകയാണെങ്കിൽ മാസീവ് ഹ്യൂമനോയിഡ് സ്റ്റാച്യു എന്ന് പറയാം. നല്ല പൊക്കമുള്ള, ഭയങ്കര ജൈജാൻറ്റിക്കറ്റ് ആയിട്ടുള്ള, 9 കണ്ണുകളുള്ള, റിനഗനുള്ള ഒരു വലിയ സ്റ്റാച്യു. നറൂട്ടോ സീരീസുകളിലുടനീളം ടെയിൽഡ് ബീസ്റ്റിനെ എക്സ്ട്രാക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഗെഡോ സ്റ്റാച്യുവിനെ കാണുവാൻ സാധിക്കും. കാരണം അക്കാട്സുക്കിയുടെ മെയിൻ ലക്ഷ്യം തന്നെ ഈ ഒരു 9 ജിഞ്ചുറുക്കുകളെയും പിടിച്ച് അവരിൽ നിന്ന് 9 ടൈൽ, 8 ടൈൽ, 7 ടൈൽ അങ്ങനെ എല്ലാ ടൈൽഡ് ബീസ്റ്റിനെയും എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഒരു ഗെഡോ സ്റ്റാച്യുവിൻ്റെ ഉള്ളിലേക്ക് ഒന്നുകൂടി കൊണ്ടുവരാനായിരുന്നു. അതിൻ്റെ ബാക്ക് സ്റ്റോറിയൊക്കെ അക്കാട്സുക്കിയുടെ കഥയെ പറയാൽ ഇപ്പം നമുക്ക് ഗെഡോ സ്റ്റാച്യുവിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് നമ്മൾ നോക്കാം. ഒന്നാമത്തെ പവർ ടെയിൽഡ് ബീസ്റ്റ് കണ്ടെയ്നർ തന്നെയാണ്. അതെ, ഗെഡോ സ്റ്റാച്യു സെർവ് ആസ് ദി മെയിൻ വെസൽ ഫോർ സീലിംഗ് ഓൾ 9 ടൈൽഡ് ബീസ്റ്റ്. എല്ലാ ടൈൽഡ് ബീസ്റ്റിൻ്റെ ചക്ര ഉൾക്കൊള്ളുവാൻ കഴിയുന്ന ഒരു ഒന്നാന്തരം വെസലായിട്ട് ഇത് ആക്ട് ചെയ്യും. അങ്ങനെ 9 ടൈൽഡ് ബീസ്റ്റും അതിനുള്ളിൽ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ബോഡിക്ക് ജീവൻ വെക്കും, അതായത് ആത്മാവ് വരും, ഗെഡോ സ്റ്റാച്യുവിന് ജീവൻ വരും. വേറെ ട്രേറ്റ് പറയുകയാണെങ്കിൽ ഇത് റിനഗൻ പൊസസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ സമ്മൺ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഗെഡോ സ്റ്റാച്യുവിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് റിനഗൻ വേണം. സീരീസിലുടനീളം ഇത് ഉപയോഗിച്ചത് നഗാട്ടോ അറിഞ്ഞുകൊണ്ടല്ല ഗെഡോ സ്റ്റാച്യുവിനെ സമ്മൺ ചെയ്തത്. അത് അവൻ്റെ ദേഷ്യവും റേജും ഒക്കെ കാരണം അറിയാതെ 2 തവണയാണ് നമ്മുടെ നഗാട്ടോ ഈ ഒരു ഗെഡോ സ്റ്റാച്യു സമ്മൺ ചെയ്തെടുത്തത്. ഇൻറ്റൻഷനലി സമ്മൺ ചെയ്ത ആളാണ് മാദറ ഉച്ചിഹ. അതെ, തലൈവറായിട്ടുള്ള മാദറ ഉച്ചിഹ റിനഗൻ വെച്ച് ഗെഡോ സ്റ്റാച്യുവിനെ ചെയ്ത മാസൊന്നും വേറെ ഒരുത്തനും ചെയ്തിട്ടില്ല. പിന്നെ ഓഫ് കോഴ്സ് നമ്മുടെ ഒബിറ്റോ ഉച്ചിഹ, ടോബി, അതറിയാലോ. ആ ഒരു ബാക്ക് സ്റ്റോറി ഞാൻ പറയുന്നില്ല. സാസ്കെ ടെക്നിക്കലി റിനഗൻ എബിലിറ്റി ഉപയോഗിച്ചിട്ട് ഗെഡോ സ്റ്റാച്യുവിനെ ജസ്റ്റ് ഒന്ന് കൺട്രോൾ ചെയ്യുന്നുമുണ്ട്. പിന്നെ ഇത് ചക്ര ചെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും. അതെ, ചക്ര സപ്രഷൻ ആയിട്ടുള്ള ചെയിൻസ് നമ്മുടെ ടെയിൽഡ് ബീസ്റ്റിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ജിഞ്ചുറുക്കിനെ ബൈൻഡ് ചെയ്യാൻ വേണ്ടി ഇത് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ നറൂട്ടോ സ്റ്റോറിയിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു വാറുണ്ടല്ലോ, ആ ഒരു വാറിൻ്റെ കാറ്റലിസ്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ഗെഡോ സ്റ്റാച്യു. ആ ഒരു ഐ ഓഫ് മൂൺ പ്ലാൻ എന്ന് പറയുന്ന ഒബിറ്റോയുടെയും മാദറയുടെയും പ്ലാൻ ഉണ്ടല്ലോ, ഒഫീഷ്യലി മാദറയുടെ പ്ലാനിൻ്റെ ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഗെഡോ സ്റ്റാച്യുവിനെ നമുക്ക് കാണാം. പിന്നെ ഓഫ് കോഴ്സ് പറഞ്ഞല്ലോ 10 ടൈൽസിൻ്റെ ബോഡിയാണിത്. ബാക്കിയുള്ളപ്പോഴെല്ലാം, അല്ലെങ്കിൽ എന്നാ പറയുന്നത്, വിത്തൗട്ട് ഇറ്റ് 10 ടൈൽസ് കനോട്ട് എക്സിസ്റ്റ് എന്ന് തന്നെ പറയാം. ഇറ്റ് ഈസ് ദ ബോഡി, വൈൽ ബാക്കിയുള്ളതെല്ലാം ഇതിൻ്റെ ചക്രകൾ മാത്രമാണ്. 10 ടൈൽസ് ഒറിജിനലി ഒരു ബോഡിയിൽ കൺസ്യൂം ചെയ്ത് എടുക്കുവാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു വെസൽ അത് ഈ ഒരു പറഞ്ഞ ഗെഡോ സ്റ്റാച്യു മാത്രമാണ്, ഒറിജിനൽ OG ബോഡി. ഇതിന് ഇനി കൗണ്ടർ പാർട്ടായിട്ട് ചെയ്യണമെങ്കിൽ ആദ്യം ഹോഗറാമ അല്ലെങ്കിൽ 6 പാത്ത് യൂസ് ചെയ്ത് അതേ ടെക്നിക്ക് തന്നെ, ആ ഒരു സീലിംഗ് തന്നെ ഉപയോഗിക്കണം, ചിപാക്കു ടെൻസൈ എന്ന് പറയുന്നത്.
സോ ഇത്രയൊക്കെയാണ് നമുക്ക് ഗെഡോ സ്റ്റാച്ചുവിനെ പറ്റി എൻ്റെ നാറൂട്ടോയുടെ ഡേറ്റ ബുക്കിൽ നിന്ന് അറിയാൻ പറ്റുന്നത്. ഇതിലും കൂടുതലായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഗെഡോ സ്റ്റാച്ചുവിനെ പറ്റി അറിയാമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞാൻ ഇതിൻ്റെ അകത്ത് കുറേ സ്പിൻ ഓഫ് ആയിട്ടുള്ള സ്റ്റോറീസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഗെഡോ സ്റ്റാച്ചു എന്താണെന്നും ഗെഡോ സ്റ്റാച്ചുവിൻ്റെ പവേഴ്സ് എങ്ങനെയാണെന്നും അത് സമ്മൺ ചെയ്യുന്നത് എങ്ങനെയാണെന്നും അതിൻ്റെ ഉപയോഗം എന്താണെന്നും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും കൂടുതൽ കാര്യം അറിയണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ ഇമ്പാക്റ്റ് ആയിട്ടുള്ള കമൻറ്റ് പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും. അടുത്ത ഒരു നാറൂട്ടോ സീരീസ് വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ സീ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ഗൈസ്.